الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഏറ്റവും വലിയ പാപമായ ഷിർക്ക് അത് മനുഷ്യരാശിയിലേക്ക് കടന്നു വന്നതിൻ്റെ ചരിത്രവും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചുമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. ഷിർക്ക് എന്ന് പറയുന്നത് ഏറ്റവും ഗുരുതരമായ പാപമാണ് എന്നതിനെക്കുറിച്ച് ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്കുള്ള മനുഷ്യരാശിയിൽ ഷിർക്കില്ലായിരുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കാന അന്നാസു ഉമ്മതൻ വാഹിദ, മനുഷ്യരെല്ലാവരും ഒരൊറ്റ ജനതയും ഒരൊറ്റ സമൂഹവുമായിരുന്നു. ഏകനായ റബ്ബിനെയല്ലാതെ മറ്റൊരാളെയും ആരാധിക്കുകയോ മറ്റൊരാളോടും പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നതായ ഒരവസ്ഥാവിശേഷം, ഒരു സ്ഥിതിവിശേഷം മനുഷ്യർക്കുണ്ടായിരുന്നില്ല. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാന ബൈന ആദമിൻ വനൂഹ് 10 ഖുറൂൻ കുല്ലുഹും അലൽ ഇസ്ലാം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്കും നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമക്കും ഇടയിൽ ഏതാണ്ട് 10 നൂറ്റാണ്ടുകൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. ആ 10 നൂറ്റാണ്ടിലുള്ളവരെല്ലാവരും തൗഹീദിലായിരുന്നു, ഇസ്ലാമിലായിരുന്നു. അവിടെ ഷിർക്കുണ്ടായിരുന്നില്ല. എന്നാൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനതയിലാണ് ആദ്യമായി ഷിർക്ക് കടന്നു വരുന്നത്. അവരുടെ നാട്ടിലുള്ള ഏറ്റവും നല്ല സ്വാലിഹീങ്ങളായിരുന്ന ചില ആളുകൾ മരണപ്പെട്ടു. നമുക്കറിയാം, പിശാച് മനുഷ്യനെ വഴിപിഴപ്പിക്കുമെന്ന് ഒരു ശപഥം ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിനോട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് വേണ്ടി സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ച സന്ദർഭത്തിൽ وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ قَالَ أَأَسْجُدُ لِمَنْ خَلَقْتَ طِينًا. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് സുജൂദ് ചെയ്യണമെന്ന് മലായിക്കത്തിനോട് കൽപ്പിച്ചപ്പോൾ മലക്കുകളുടെ സ്ഥാനത്തുണ്ടായിരുന്ന ഇബ്ലീസ്, ആ ഇബ്ലീസ് ധിക്കാരം കൊണ്ട് പറയുകയുണ്ടായി, അസ്ജുദു ലിമൻ ഖലഖ്ത തീന, കേവലം മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഈ മനുഷ്യന് ഞാൻ സുജൂദ് ചെയ്യുകയോ. അവിടെ സുജൂദ് എന്ന് പറയുന്നത് ഇബാദത്തിൻ്റെ സുജൂദല്ല, ആശീർവദിക്കുന്ന സുജൂദ്, സുജൂദ് തഹിയ്യ എന്ന് പറയും. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് കഴിഞ്ഞു പോയ സമൂഹങ്ങൾക്ക് ആശീർവാദത്തിൻ്റെ സുജൂദ് അനുവദനീയമായിരുന്നു. അതാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഇബാദത്തിൻ്റെ സുജൂദല്ല. ഏതായാലും ഇബ്ലീസ് അവിടെ സുജൂദ് ചെയ്യുന്നതിൽ നിന്ന് ധിക്കാരം കാണിക്കുകയും ലഇൻ അഖർതനി ഇലാ യൗമിൽ ഖിയാമത്തി ലഅഹ്തനികന്ന ദുർരിയതഹു ഇല്ലാ ഖലീല, എന്നെ എങ്ങാനും ഖിയാമത്ത് നാൾ വരേക്കും എനിക്ക് ആയുസ് തരികയാണെങ്കിൽ ഇതാ ഈ മനുഷ്യരെ ഞാൻ വഴിപിഴപ്പിക്കുക തന്നെ ചെയ്യും, ഞാൻ വഴിപിഴപ്പിക്കുമെന്ന് ഇബ്ലീസ് അവിടെ ശപഥം ചെയ്യുകയാണ്.
അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖാല ഇദ്ഹബ്, നീ പോയിക്കൊള്ളുക, നിനക്കിത് ആയുസ് ഞാൻ തന്നിരിക്കുന്നു. ഫമൻ തബിഅക മിൻഹും ഫഇന്ന ജഹന്നമ ജസാഉകും ജസാഅൻ മൗഫൂറ, ആരാണോ അവരിൽ നിന്നും നിന്നെ പിന്തുടരുന്നത്, നിന്റെയും അവരുടെയും സങ്കേതം കത്തിജ്വലിക്കുന്ന നരകാഗ്നിയായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകി പറഞ്ഞേക്കാണ്. അപ്പോൾ ഇബ്ലീസ് അന്ന് മുതൽ മനുഷ്യനെ വഴിപിഴപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. നൂഹ് നബിയുടെ ജനതയിലെത്തിയപ്പോഴാണ് വദ്, സുവാഅ്, യഗൂസ്, യഊഖ്, നസ്ർ എന്നീ പേരുകളുള്ള അവരുടെ നാട്ടിലെ ഏറ്റവും നല്ല മനുഷ്യരായ സ്വാലിഹീങ്ങളായ ആളുകൾ മരണപ്പെട്ടപ്പോൾ പിശാച് അവർക്ക് ഒരു ദുർബോധനം നൽകി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ വദ്, സുവാഅ് എന്നൊക്കെ പറഞ്ഞാൽ അസ്മാഉ റിജാലിൻ സ്വാലിഹീന മിൻ ഖൗമി നൂഹ്, നൂഹ് നബിയുടെ സമൂഹത്തിലെ ഏറ്റവും നല്ല ആൾക്കാരാണ്, അല്ലാതെ മോശപ്പെട്ട ആൾക്കാരല്ല. അപ്പം അവരുടെ ഓർമ്മക്കായി ഒരു സ്മാരകമുണ്ടാക്കുവാനും അങ്ങനെ അതിനുശേഷം പിന്നീട് അവരെ ഓർമ്മ വരാൻ വേണ്ടി അവരുടെ രൂപങ്ങൾ അവിടെ ഉണ്ടാക്കി വെക്കുവാനും പിശാച് അവരോട് കൽപ്പിക്കുകയും അവരത് പിന്തുടരുകയും ചെയ്തു. പിൻകാലത്ത് വന്ന ആളുകൾ ഹത്താ ഇദാ ഖുബിദൽ ഇൽം വൻതശറൽ ജഹൽ, അങ്ങനെ അറിവുയർത്തപ്പെടുകയും ജഹാലത്ത് വർദ്ധിക്കുകയും ചെയ്തൊരു കാലം വന്നെത്തിയപ്പോൾ അബദൂഹും, അവരവരെ ആരാധിക്കാൻ തുടങ്ങി. ഓർമ്മയ്ക്ക് വേണ്ടിയുണ്ടാക്കിയതായിരുന്ന രൂപങ്ങളെ പിന്നീട് ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് അവരെത്തി. ഇങ്ങനെയാണ് മനുഷ്യരാശിയിലേക്ക് ആദ്യമായി ശിർക്ക് കടന്നു വന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ പറഞ്ഞു, ഹബശയിലുള്ള ഒരു മഅബദ്, ഒരു കനീസ ഞങ്ങൾ കാണാനിട വന്നപ്പോൾ ആ കനീസയിൽ, അവിടുത്തെ ചർച്ചിൽ ഒരുപാട് രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചത് ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഹഉലാ ഇദാ മാത മിൻഹുമുർ റജുലുസ് സാലിഹ് ബനൗ അലാ ഖബ്രിഹി മസ്ജിദൻ, ആ സമൂഹം, അവരിലുള്ള നല്ല ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ ആരാധനാലയങ്ങൾ അവരുടെ ഖബറിൻ്റെ മേൽ കെട്ടിയുണ്ടാക്കും. എന്നിട്ട് ആ കെട്ടിയുണ്ടാക്കിയ ആരാധനാലയത്തിൽ അവരവിടെ ഇബാദത്തുകളും മറ്റും അർപ്പിക്കുകയും പിന്നീട് പിശാചിൻ്റെ ബോധനങ്ങൾക്ക് വിധേയമായി അവരെ തന്നെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് അവരെത്തിച്ചേരുകയും ചെയ്യും. അതാണ് നിങ്ങൾ കണ്ട ബിംബാരാധനയെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത് കാണാൻ സാധിക്കും. ഇസ്ലാമിന് മുൻപ് മക്കയിലെ സ്ഥിതിവിശേഷവും വ്യത്യസ്തമായിരുന്നില്ല. ലാത്ത്, മനാത്ത്, ഉസ്സ, ഹുബൽ തുടങ്ങിയതായിട്ടുള്ള ആരാധ്യന്മാരെ അവരാരാധിച്ചിരുന്നു. മജൂസികളായ ആളുകൾ തീരെ ആരാധിച്ചിരുന്നു. സ്വാബിഈങ്ങളായ ആളുകൾ നക്ഷത്രങ്ങൾ ആരാധിച്ചിരുന്നു. സൂര്യനെയും ചന്ദ്രനെയും വേണ്ട യാത്രാസംഘങ്ങൾ പോകുന്ന വേളയിൽ ഓരോ വാദികളിലും ഓരോ താഴ്വാരങ്ങളിലും എത്തുമ്പോൾ അവിടെയുള്ള ജിന്നുകളെയും മലക്കുകളെയും വിളിച്ചു പ്രാർത്ഥിക്കുകയും അവരെ ആരാധിക്കുകയും ചെയ്യുന്നതായ സമ്പ്രദായം നിലനിന്നിരുന്നു. അതുപോലെ തന്നെ ജ്യോത്സ്യന്മാരെയും കണക്ക് നോട്ടക്കാരെയും ഒക്കെ സമീപിക്കുകയും അവർ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്യുന്ന, ഏതൊരു കാര്യത്തിനു വേണ്ടി മുന്നിട്ടിറങ്ങുമ്പോഴും അറാഫീങ്ങളുടെ അടുത്ത് ചെന്നുകൊണ്ട് അവരോട് കാര്യങ്ങൾ ചോദിച്ച് ഇത് ശുഭകരമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതായ രീതി അവർക്കുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് അസ്ലാം എന്ന് ഖുർആനിൽ പരാമർശിച്ച് നമുക്ക് കാണാൻ സാധിക്കും. കുന്തങ്ങൾ നാട്ടിവെച്ച് പക്ഷികളെ പറപ്പിച്ച് വലത്തോട്ട് പറന്നാൽ ശുഭകരമെന്നും ഇടത്തോട്ട് പറന്നാൽ ദുഷ്യഗുണമാണത് ചെയ്യരുത് എന്നുമൊക്കെ തീരുമാനമെടുത്തിരുന്നൊരു കാലഘട്ടം. ഇന്ന് നമ്മളുടെ നാട്ടിലൊക്കെ തത്തയെ കൊണ്ട് ഷീറ്റടിപ്പിക്കുന്നതാണെങ്കിലും
അല്ലെങ്കിൽ ഓൺലൈനിലുള്ള ജ്യോതിഷാണെങ്കിലും, അല്ലെങ്കിൽ ഓരോ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നക്ഷത്രങ്ങളെ നോക്കി അവരുടെ ഭാവി പറയുന്നതായിട്ടുള്ള ജ്യോതിഷാണെങ്കിലും, ഈ രൂപത്തിലുള്ള എല്ലാ ജഹാലത്തുകളും അന്ന് മക്കയിലും ഉണ്ടായിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പ്രധാനമായും അന്നുണ്ടായിരുന്നത് വ്യത്യസ്ത വിശ്വാസ തലങ്ങളുള്ള ആളുകളാണ്. ഒന്ന് അൽ വഥനീയ, ബിംബാരാധകരായ ആളുകൾ. രണ്ടാമത്തത് അൽ യഹൂദ്, ജൂതന്മാർ. മൂന്നാമത്തത് അൻ നസാറ, നസാറാക്കൾ. നാലാമത്തത് അൽ മജൂസ്, തീയിൻ്റെ ആരാധകരായ മജൂസികൾ. അതുപോലെ തന്നെ അഞ്ചാമത്തത് അസ്വാബിഅ, നക്ഷത്രങ്ങളെ ആരാധിക്കുന്ന സ്വാബിഈങ്ങൾ. ഏറ്റവും വിരളമായിരുന്നൊരു സമൂഹമായിരുന്നു അൽ ഹനീഫിയ, ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കുന്ന, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച തൗഹീദിനെ പിന്തുടരുന്ന ഹനീഫീങ്ങളും അന്ന് നിലനിന്നിരുന്നു. നേരായ മാർഗത്തിൽ നിലകൊള്ളുന്നവർ എന്നാണ് ഹനീഫികൾ, ഹനീഫിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹുനഫ, നേരെ ചൊവ്വയുള്ള മാർഗത്തിൽ നിലകൊള്ളുന്നവർ. ഇവരൊക്കെയാണ് അന്നുണ്ടായിരുന്നത്. ജൂതന്മാരിലും ക്രൈസ്തവരിലും യഥാർത്ഥത്തിൽ മൂസാ നബിയുടെയും ഈസാ നബിയുടെയും ദീനിനെ പിൻപറ്റുന്ന, രാത്രിയിൽ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് നമസ്കരിക്കുന്നവരുണ്ടായിരുന്നുവെന്ന് വിശുദ്ധ ഖുർആനിലും ചരിത്രത്തിലും നമുക്ക് കാണാൻ സാധിക്കും. വറഖത്ത് ഇബ്നു നൗഫൽ എന്ന് പറയുന്ന പുരോഹിതൻ അതിൽപ്പെട്ട ആളായിരുന്നു. അബ്ദുല്ലാഹിബ്നു സലാം എന്ന് പറയുന്ന പിൻകാലത്ത് ഇസ്ലാം സ്വീകരിച്ച വ്യക്തി ആ രൂപത്തിലുള്ള ഏകദൈവ വിശ്വാസിയായ പുരോഹിതനായിരുന്നു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൽ വിശ്വസിച്ച അനേകം വരുന്ന പുരോഹിതന്മാരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുൻപ് ഇങ്ങനെ ഒരു പ്രവാചകൻ വരാനിരിക്കുന്നു എന്ന് അവർക്ക് മുന്നറിയിപ്പ് നൽകുകയും അങ്ങനെ വന്നാൽ നിങ്ങൾ വിശ്വസിക്കണമെന്ന് പഠിപ്പിക്കുകയും ചെയ്തിരുന്ന പുരോഹിതന്മാരും അന്ന് കാലത്തുണ്ടായിരുന്നു. അഥവാ ജൂതന്മാരിലും ക്രൈസ്തവരിലും എല്ലാവരും പിഴച്ചുപോയവരായിരുന്നില്ല. യഥാർത്ഥ വിശ്വാസത്തിലുള്ളവരും അന്ന് നിലനിന്നിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അദ്ദേഹം പേർഷ്യയിലെ ഫാരിസികളിലെ മജൂസിയായ തീനെ ആരാധിക്കുന്ന അവസ്ഥയിലുള്ള വ്യക്തിയായിരുന്നു. പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് വളരെ ധനാഢ്യനായ ഒരു മനുഷ്യൻ്റെ മകനായിരുന്നു സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അദ്ദേഹം അതൊക്കെ ഉപേക്ഷിച്ച് ക്രിസ്തു മതം സ്വീകരിക്കുകയും ക്രിസ്ത്യാനികളോടൊപ്പം അദ്ദേഹം ഷാമിലേക്കും മറ്റുമായി അദ്ദേഹം പോകുകയും ചെയ്തു. അവിടെ വെച്ചൊരു പുരോഹിതനാണ് അദ്ദേഹത്തോട് പറയുന്നത്, അറേബ്യയിൽ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുന്ന ഏകനായ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രവാചകൻ വരുമെന്നും ആ പ്രവാചകനാണ് അന്ത്യപ്രവാചകനെന്നും ആ പ്രവാചകൻ വന്നിട്ടുണ്ട് എങ്കിൽ താങ്കൾ അദ്ദേഹത്തെ പിന്തുടരണമെന്നും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് മക്കയിൽ അങ്ങനെ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട് എന്ന കേട്ടറിവിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ അന്വേഷിച്ച് അദ്ദേഹം തൻ്റെ നാടൊക്കെ ഉപേക്ഷിച്ച് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ രൂപത്തിൽ ബിംബാരാധകരായ ആളുകളും മാത്രമല്ല ഈസാ നബിയെ ദൈവമായി വാഴിക്കുന്ന രൂപത്തിൽ പിഴച്ചുപോയ നസാറാക്കളും സമാനമായി പിഴച്ചുപോയ ജൂതന്മാരുമൊക്കെ ഉള്ള ഒരു സമൂഹത്തിനിടയിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്നത്. എന്നാൽ വിരലിലെണ്ണാവുന്ന വളരെ കുറച്ച് മാത്രം തൗഹീദുള്ള ആളുകളും അന്ന് കാലത്ത് ജീവിച്ചിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ആ മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം എപ്രകാരമായിരുന്നു എന്ന് വെച്ചാൽ, ഒന്നൽ ഇഖ്റാറു ബിൽ ഖൽഖി ലില്ലാഹി തആല, എല്ലാം സൃഷ്ടിച്ചത് അല്ലാഹുവാണെന്ന് അവർ സമ്മതിക്കുമായിരുന്നു. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് ലയഖൂലുന്ന അല്ലാഹ്, അല്ലാഹുവിൽ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. എല്ലാം സൃഷ്ടിച്ചവനും എല്ലാത്തിനെയും പരിപാലിക്കുന്നവനും അല്ലാഹുവാണ് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. അല്ലാഹുവിൻ്റെ റസൂലെ, അവരോട് ആരാണ് ആകാശലോകങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് എന്ന് താങ്കൾ ചോദിച്ചാൽ ലയഖൂലുന്ന അല്ലാഹ്, അത് അല്ലാഹുവാണ് എന്ന് അവർ പറയുമെന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല
അവരെ സംബന്ധിച്ചിടത്തോളം അവർ ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും അങ്ങനെ തുടർന്ന വൈവിധ്യമാർന്ന ദൈവങ്ങളെ അവർ ആരാധിക്കുന്ന വേളയിലും കൂടുതൽ പ്രയാസമുണ്ടാകുമ്പോൾ അവർ അള്ളാഹുവിലേക്ക് പോയി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. വഇദാ ഗശിയഹും മൗജുൻ കദ്ദുലലി ദഅവു അല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഇദാ ഹും യുശ്രികൂൻ. അവരെ വലിയ ഭീമാകാരമായ തിരമാലകൾ അവരെ പിടികൂടുമ്പോൾ പടച്ചവനോട് മാത്രമായി നിഷ്കളങ്കമായി അള്ളാഹിനോട് മാത്രം അവർ പ്രാർത്ഥിക്കും. അപ്പം അവർക്കറിയാം. പക്ഷേ ആ തിരമാലകളിൽ നിന്ന് രക്ഷിച്ച് കരക്കെത്തിക്കഴിഞ്ഞാൽ അതാ അവർ വീണ്ടും അവരുടെ പഴയ ആരാധ്യന്മാരെ ആരാധിച്ച് നന്ദികേട് കാണിക്കുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ആ കാര്യത്തെക്കുറിച്ചാണ്. അവര് ഈ പറയുന്നതായ ബിംബങ്ങളെയും ആരാധ്യന്മാരെയും തഖ്ദീസ് ചെയ്തിരുന്നു, മഹത്വപ്പെടുത്തിയിരുന്നു. വയുഖദ്ദിമൂന ലഹുമുൽ ഖറാബീൻ, അവർക്ക് വേണ്ടി അറുക്കുകയും പ്രത്യേകമായി ആ ബിംബങ്ങളുടെ ഇടങ്ങളിൽ പോയി അറുക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഒരു സഹാബി അള്ളാഹിൻ്റെ റസൂലിനോട് ചോദിച്ച്, അള്ളാഹുവിൻ്റെ റസൂലിനോട് ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, യാ റസൂൽ അല്ലാഹ്, നദർതു അൻ അൻഹറ ഇബ്ലൻ ബിബുവാന, ബുവാന എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഒട്ടകത്തെ അറക്കാൻ ഞാൻ നേർച്ചാക്കിയിട്ടുണ്ട്, ഞാൻ ചെയ്യട്ടെ എന്ന്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, ഹൽ കാന ഫീഹാ വസനുൻ മിൻ ഔസാനിൽ ജാഹിലിയ്യതി യുഅബദ്, ജാഹിലിയ കാലഘട്ടത്തിൽ ആരാധിക്കപ്പെടുന്ന വല്ല ബിംബങ്ങളും ഈ ബുവാന എന്ന് പറയുന്ന നാട്ടിലുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് നീ അവിടെ വെച്ച് അറക്കാൻ തീരുമാനിച്ചത്? അള്ളാഹ്ക്കും വേണ്ടി അറക്കാനാണ് തീരുമാനിച്ചത്. അള്ളാഹുവിന് വേണ്ടി പോലും പടച്ച റബ്ബിന് പുറമെയുള്ളവർ ആരാധിക്കപ്പെടുന്ന ഇടത്ത് വെച്ച് നിങ്ങൾ അറുക്കരുത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഉസ്താദ് പറഞ്ഞ പോലെ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറക്കുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അദ്ദബ്ഹു ലിഗൈരില്ലാ, പടച്ചവനല്ലാത്തവർക്ക് വേണ്ടിയുള്ള അറിവ് ശിർക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ബുവാനയിൽ അറക്കാൻ എന്താ കാരണം? അവിടെ വല്ല ബിംബങ്ങൾ ഉണ്ടായിരുന്നോ? അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, ഇല്ല റസൂൽ, അവിടെ ബിംബമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച രണ്ടാമത്തെ ചോദ്യം, ഹൽ കാന ഫീഹാ ഈദുൻ മിൻ അഅയാദിഹിം, ജാഹിലിയ കാലഘട്ടത്തിലെ മുശ്രിക്കീങ്ങളുടെ വല്ല ഉത്സവങ്ങളും വല്ല ആഘോഷങ്ങളും നടന്നിരുന്ന സ്ഥലമാണോ എന്നാണ്. ആണെങ്കിൽ അവിടെ അറക്കാൻ പറ്റൂല. അല്ല എന്നവർ പറഞ്ഞപ്പോഴാണെങ്കിൽ എങ്കിൽ ഔഫി ബിനദിരിക്, നിന്റെ നേർച്ച നീ പൂർത്തിയാക്കിക്കോ, നീ അറുത്തോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ മരണപ്പെട്ടു പോയ ആളുകളുടെ മഖ്ബറകൾ കെട്ടി ഉയർത്തുകയും അവ പ്രത്യേകമായ പുണ്യസ്ഥലങ്ങളാക്കി കരുതുകയും അവിടെ ആഘോഷങ്ങളും ഉത്സവങ്ങളും സംഘടിപ്പിക്കുകയും ചെയ്യുന്നത് മക്ക മുശ്രിക്കുകളുടെ ഒരു സ്വഭാവമായിരുന്നു. പ്രയാസങ്ങളിൽ അള്ളാഹുവിനോടും അല്ലാത്ത ഘട്ടങ്ങളിൽ ഈ പറയുന്നതായ ആരാധ്യന്മാരോടും പ്രാർത്ഥിക്കലായിരുന്നു അവരുടെ രീതി. പിന്നീട് ഈ പറയുന്നതായ ശിർക്ക്, വ്യാപകമായ ശിർക്ക്, അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പഠിച്ച പണ്ഡിതന്മാർ രണ്ട് കാരണങ്ങളായി അതിനെ രേഖപ്പെടുത്തി. ഒന്ന്, തശ്ബീഹുൽ മഖ്ലൂഖി ബിൽ ഖാലിഖ്, സൃഷ്ടിജാലങ്ങളെ സൃഷ്ടാവുമായി അവർ താരതമ്യപ്പെടുത്തി. അതായത് സൃഷ്ടിജാലങ്ങൾക്ക് സൃഷ്ടാവിനുള്ള കഴിവുകൾ വകവെച്ചു കൊടുക്കാൻ തുടങ്ങി. അതാണ് ഒന്നാമത്തെ കാരണം. ശിർക്കിനുള്ള കാരണം പടച്ചവൻ്റെ വിശേഷണങ്ങൾ മഖ്ലൂഖീങ്ങൾക്ക് വകവെച്ചു കൊടുക്കുക. നമ്മളെ നാട്ടിലത്തെ അവസ്ഥയൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പോൾ എവിടെ എത്തി? ഇപ്പോൾ മുദബ്ബിറുൽ ആലം, ലോകം നിയന്ത്രിക്കുന്നവൻ നമുക്കൊക്കെ അറിയുന്ന പടച്ചവനാണെന്നാണ് അല്ലേ? വമൻ യുദബ്ബിറുൽ അംർ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവൻ ആരെന്ന് താങ്കൾ അവരോട് ചോദിച്ചാൽ അവർ പറയും ലയഖൂലുന്നല്ലാഹ്, അള്ളാഹുവാണ് എന്ന്. മുദബ്ബിർ എന്ന് പറയുന്നത് അള്ളാഹുവാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങൾക്കിടയിൽ നിന്ന് പോലും ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് നമ്മളുടെ നാട്ടിലുള്ള CM അടവൂർ അത് പറയുന്നിടത്തേക്ക് ഒരു മനുഷ്യൻ്റെ ബുദ്ധി എത്തണമെങ്കിൽ എത്ര അധവധിക്കിടങ്ങണമെന്ന് ആലോചിച്ച് നോക്ക്. ലോകത്തെത്ര മുസ്ലിമീങ്ങളുണ്ട്? ബില്യൺ കണക്കിന് വരുന്ന മുസ്ലിമീങ്ങൾക്കിടയിൽ എത്ര ആൾക്കാർക്ക് ഈ പറയുന്ന CM അടവൂരിനെ അറിയാം? എന്താ ഈ പറയുന്നതിന് എന്തെങ്കിലും അർത്ഥം വേണ്ടേ? ഒന്നും വേണ്ട. ഇന്ത്യക്കാർക്കറിയോ? കേരളത്തിലുള്ള അതന്നെ ഇവിടെയൊക്കെ ജീവിച്ച കുട്ടികളോട് നിങ്ങൾ ചോദിച്ചാൽ ഓൽക്കൊന്നും എന്ത് CM അടവൂര്. അൽഹംദുലില്ലാ, പടച്ചവൻ അവരെ തൗഹീദിൽ തന്നെ നിലനിർത്തുമാറാകട്ടെ. പക്ഷേ
ഈ നാട്ടിലുള്ള ഈ മാലിം മൗലൂദും മക്കാമും ജാറും ഇനി നിസ്കരിച്ചിട്ടില്ലെങ്കിലും വേണ്ടിയില്ല, ജാറത്തേക്ക് തൊട്ടെറിഞ്ഞാൽ മതി എന്ന് കരുതുന്ന ആൾക്കാരുള്ളിടത്ത് ഓൽക്ക് മാത്രമല്ലേ അറിയുള്ളൂ. അവിടെയാണ് ഈ പറയുന്ന പിഴച്ച വാദങ്ങളെ നമ്മുടെ നാട്ടിലേക്ക് ആളുകൾക്കിടയിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നത്. ഇതിന് സമാനമായ അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയ രൂപത്തിലുള്ള പല വാദങ്ങളും അന്ന് നിലനിന്നിരുന്നു. ആ നിലനിരുന്ന വാദങ്ങളെ കവച്ചു വെക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇന്ന് പല ആളുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ റുബൂബിയത്തുമായി ബന്ധപ്പെട്ട അൽ ഖൽഖ് സൃഷ്ടിപ്പ്, അൽ മുൽക്ക് പരമാധികാരം, അത്തദ്ബീർ എല്ലാം നിയന്ത്രിക്കുന്നവൻ, ഈ മൂന്ന് കാര്യങ്ങളിലും മക്ക മുശ്രിക്കുകൾ ശിർക്ക് ചെയ്തിരുന്നില്ല. അവർ ശിർക്ക് ചെയ്തിരുന്നത് ഉലൂഹിയത്തിലും ഇബാദത്തിലുമായിരുന്നു. എന്നാൽ എന്താ സംഭവിച്ചത്? ഇന്നിങ്ങനെ കാലം കഴിയും തോറും പിന്നീട് അള്ളാഹുവിൻ്റെ റുബൂബിയത്തിലേക്ക് പോലും ഷിർക്കിനെ വലിച്ചു കൊണ്ടുവരുന്ന രൂപത്തിൽ ലോകം നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ് എന്ന് പറയേണ്ടടുത്ത് സി എം മടവൂര എന്ന് പറയുന്നിടത്ത് എത്തി. അവിടെയും തീർന്നില്ല, പടച്ചോനാണ് സി എം മടവൂർ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പമെന്നുള്ളിടത്ത് എത്തി. ചെറിയൊരു വിഭാഗമാണെങ്കിൽ എത്തില്ലേ. 5 വക്തും നിസ്കരിക്കുന്ന ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂൽ 5 വക്ത് നിസ്കരിക്കണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും നിസ്കരിക്കുകയാണെങ്കിൽ അങ്ങനെ പറയാൻ കഴിയുമെന്നുള്ളത് അള്ളാഹു ആലം. പക്ഷേ ഏതായാലും നിസ്കരിക്കുന്നവരാണ്, ഷഹാദത്ത് ചൊല്ലുന്നവരാണ് എന്നൊക്കെ പറയുന്ന ആളുകളിൽ ഒരു വിഭാഗം അള്ളാഹു അല്ലാത്തവരെ കുറിച്ച് പടച്ചോനാണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറയുന്നിടത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപകടം നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്താണ് ഈ പറയുന്ന വാദങ്ങളുടെ അവസ്ഥ? ദലാലിൻ്റെ വഴികേടിൻ്റെ മാർഗങ്ങളിൽ രണ്ടാമതായ ഏറ്റവും അടിസ്ഥാനപരമായ വ്യതിയാനം തശ്ബീഹുൽ ഖാലിഖി ബിൽ മഖ്ലൂഖ്, പടച്ച റബ്ബിനെ സൃഷ്ടികളുമായി ഉപമപ്പെടുത്തി അള്ളാഹുവിനെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് പടച്ചോനെ കുറിച്ചിട്ട് പറയാം. അപ്പോൾ ഒന്നുകിൽ സൃഷ്ടികളെ സൃഷ്ടാവിനോട് ഉപമപ്പെടുത്തുക, അല്ലെങ്കിൽ സൃഷ്ടാവിനെ സൃഷ്ടികളോട് ഉപമപ്പെടുത്തുക. ഇതിൽ നിന്നാണ് എല്ലാ ശിർക്കും കുഫറും ദലാലുകളും കടന്നു വന്നത് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒന്ന് വഹദത്തുൽ വുജൂദിൻ്റെ ആളുകൾ, അദ്വൈതവാദം മുസ്ലിമീങ്ങൾക്കിടയിൽ കടന്നു വന്നു. അതിനുവേണ്ടി കവിതകൾ രചിച്ചവരുണ്ടായി. ഒക്കെ കടന്നു വന്നതിൻ്റെ ഏറ്റവും ഷിർക്കുകളുടെ അടിവേര് തപ്പിപ്പോയാൽ ഈ സൂഫി അതേപോലെ തന്നെ ഖുബൂരി ആശയങ്ങളെ, ഖബറുകളെ കെട്ടിപ്പൊക്കുകയും അതിൻ്റെ പിന്നാലെ പോകുകയും മഹത്തുക്കളെ ആ പരിധിയിലധികം മഹത്വപ്പെടുത്തിക്കൊണ്ട് അതിന് പിറകെ പോകുകയും ചെയ്ത ഖുലൂവു ഫി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ കാര്യത്തിൽ അതിരു കവിഞ്ഞവരാണ് അതിലേക്ക് എത്തിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്താ വഹദത്തുൽ വുജൂദ്? എല്ലാം അല്ലാഹുവാണ്. കല്ലും മുള്ളും മുരടും മരങ്ങളും അതുപോലെ തന്നെ ഈ കാണുന്ന ഇരിക്കുന്ന മനുഷ്യരും എല്ലായിടത്തും പടച്ചോനുണ്ട്. അങ്ങനെ ചില വഹദത്തുൽ വുജൂദിൻ്റെ കവിമാർ പാടിയതൊന്നും നമുക്ക് ഒരു സദസ്സ് വെച്ചിട്ട് വിമർശിക്കാൻ പോലും പറയാൻ പറ്റാത്ത വിധം മ്ലേച്ഛമായ കാര്യങ്ങൾ പടച്ച റബ്ബിനെ കുറിച്ച്. എല്ലാത്തിലും പടച്ചോനുണ്ട്, അത് നമ്മൾ മോശമായി കരുതുന്നതിൽ പോലും അവിടെ പടച്ചവനാണ് അതൊക്കെ. അതുകൊണ്ട് ആരെന്തിനെ ആരാധിച്ചാലും അവൻ ആരാധിക്കുന്നത് പടച്ച റബ്ബിനെയാണ് എന്ന് വാദിക്കുന്ന അദ്വൈതവാദികൾ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ കടന്നു വന്നു. മാത്രമല്ല, ബുദ്ധിക്ക് പ്രമാണങ്ങളെക്കാൾ മുൻഗണന നൽകി. അങ്ങനെ പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കുന്ന ഫിലോസഫേഴ്സ്, അങ്ങനെ ഫിലോസഫിയുടെ ആധിക്യം ഒരു കാലത്ത് കടന്നു വന്നു. അവർ അള്ളാഹുവെക്കുറിച്ച് പറയാൻ സാധിക്കാത്ത പലതും അവർ പറയുകയുണ്ടായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അർത്ഥത്തെ അവർ മാറ്റിപ്പറഞ്ഞു. എന്താ നേരത്തെ ഇവിടെ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായി. ഒരു മദ്രസയിൽ പഠിക്കുന്ന ചെറിയൊരു കുട്ടിനോട് ചോദിച്ചാൽ കുട്ടി പറഞ്ഞുതരും. എന്താ പറയുക? ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ ആരും തന്നെയില്ല. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത്. അതിനെ ലാ ഖാലിഖ ഇല്ലല്ലാഹ്, സൃഷ്ടാവായി അല്ലാഹു അല്ലാതെ ആരുമില്ല എന്ന് വകഭേദം വരുത്തി. സൃഷ്ടാവായി അല്ലാഹു അല്ലാതെ ആരുമില്ല എന്ന് മാത്രമല്ല, അതോടൊപ്പം ആരാധനക്കർഹനായി അവനല്ലാതെ മറ്റാരുമില്ല എന്ന ഭാഗം പറയാതെ ഇവർ
ചില മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കി അവിടെ ആരാധനകൾ അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കപ്പെടുന്ന അവസ്ഥാവിശേഷം ഈ ഉമ്മത്തിലേക്ക് കടന്നു വന്നു. അതുപോലെ തന്നെ ജഹ്മിയാക്കളും മുഅ്തസിലിയാക്കളും അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെ പരിഹസിച്ചു. അള്ളാഹുവിന് കൈയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, അള്ളാഹുവിന് മുഖമുണ്ട് എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിക്കുന്ന രൂപത്തിലുള്ള മുഖമെന്ന അഹ്ലുസുന്നയുടെ വിശ്വാസത്തെ സ്വീകരിക്കാതെ അള്ളാഹുവിൻ്റെ വിശേഷണത്തെക്കുറിച്ച് അവൻ പറയുന്ന കാര്യങ്ങളെ നിഷേധിച്ചു. അങ്ങനെയുള്ളൊരു വിഭാഗം കടന്നു വന്നു. അതാണ് ജഹ്മിയാക്കളും മുഅ്തസിലിയാക്കളും. അതുപോലെ തന്നെ ജൂത ക്രൈസ്തവരുടെ മാർഗങ്ങളെ ചാണിന് ചാണായും മുഴത്തിന് മുഴവായും നിങ്ങൾ പിൻപറ്റുന്ന അവസ്ഥ വരുമെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീത് ലംഘിച്ച് ഒരു വിഭാഗം ആൾക്കാർ അതും തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരോടാ ഈ പറയുന്നത്? സ്വഹാബാക്കളോട് താക്കീത് കൊടുക്കാൻ. ലതത്തബിഉന്ന സുനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലു ജുഹ്റ ദുബ്ബിൻ ലദഖൽതുമൂഹ്. ചാണിന് ചാണായും മുഴത്തിന് മുഴമായും മുൻകഴിഞ്ഞു പോയ സമുദായങ്ങളുടെ പാത നിങ്ങൾ പിന്തുടരും. അവരൊരു ഉടുമ്പിൻ്റെ മാളം, ഉടുമ്പ് എന്ന് പറഞ്ഞാൽ മാളത്തിൻ്റെ പുറത്തുനിന്ന് തന്നെ ആ സാധനത്തിന് പിടിക്കാൻ കിട്ടില്ല, ഇടുങ്ങിയ മാള. ആ ഉടുമ്പിൻ്റെ മാളത്തിൽ അവർ കയറിയാൽ പോലും നിങ്ങളും ആ ഉടുമ്പിൻ്റെ മാളത്തിൽ പോയി പ്രവേശിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പറഞ്ഞ വാക്കിൻ്റെ ഗൗരവം ഒന്ന് ആലോചിച്ചോക്ക്. അവർ ഖബറിടങ്ങൾ കെട്ടിപ്പൊക്കുന്നവരാണ്, സൂക്ഷിക്കണേ എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു. പക്ഷേ ഈ ഉമ്മത്തിൽപ്പെട്ട ആൾക്കാർ ഖബറുകൾ കെട്ടിപ്പൊക്കി ഉണ്ടാക്കി. എൻ്റെ ഖബറിടത്ത് അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി ഈദ, എൻ്റെ ഖബറിടത്ത് ഒരു ആഘോഷത്തിൻ്റെ സ്ഥലമാക്കി മാറ്റരുതേ എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിച്ചു. എന്നാൽ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആൾക്കാർ ഖബറിടങ്ങൾ കെട്ടിപ്പൊക്കി ഉണ്ടാക്കി. ഇന്ന് അമ്പലങ്ങളിൽ ഉത്സവങ്ങളാണെങ്കിൽ മക്കാമുകളിൽ ഉറൂസ് നടത്തുന്നു. ഒരു മുസ്ലിയാരോട് ഉറൂസിന് ആനനെ കൊണ്ടുവരുന്നതിനെ കുറിച്ചിട്ട് ചോദിച്ചപ്പോൾ മൂപ്പരെന്താ പറഞ്ഞത്? ആനക്കെന്താ പ്രശ്നം? ആനക്കല്ല പ്രശ്നം, നിങ്ങൾക്കാ പ്രശ്നം. ആനക്കൊരു കുഴപ്പമില്ല, അത് പടച്ചോൻ്റെ ഒരു ജീവി. പക്ഷെ പ്രശ്നം ആർക്കാ? ഈ ഉത്സവങ്ങളെ എന്തൊക്കെ ഉത്സവങ്ങളിൽ ചെയ്യുന്നുവോ അതേ കാര്യങ്ങൾ കോപ്പിയടിച്ച് അവിടെ ആന കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇവിടെ ആന, അവിടെ കൊടിയേറ്റം എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ കൊടികുത്ത് നേർച്ച. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, കല്ലിനെ പോലും പൂജിക്കുന്ന, മരത്തെ പൂജിക്കുന്ന അവസ്ഥയിൽ കേരളത്തിൽ വേറെ ഓടിയും പോണ്ട. ഞാൻ ഈ അടുത്ത് നമ്മളെ പള്ളിയിൽ എല്ലാ തിങ്കളാഴ്ചയും മഗ്‌രിബിന് ശേഷം അഹ്കാമുൽ ജനായിസിൻ്റെ ക്ലാസ് നടക്കലുണ്ട് ഇംഗ്ലീഷിൽ. അപ്പോൾ ഇപ്പോൾ ജനാസയുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ടാക്കിയ ബിദഅത്തിനെ കുറിച്ച് പറയുന്ന ബാബ. അപ്പോൾ ഞാനൊരു 4-5 ക്ലാസ് കഴിഞ്ഞിട്ടു എവിടെ എത്തിയിട്ടില്ല, കുറേഞ്ഞും പറയാണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല ഏകദേശം 240 സംതിങ് ബിദഅത്തുകളെ കുറിച്ചിട്ട് അദ്ദേഹം അതിൽ പരാമർശിക്കുന്നുണ്ട് ജനാസയുമായി ബന്ധപ്പെട്ട്. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ച്, അൽഹംദുലില്ലാ മൂപ്പര് സിറിയ ജീവിച്ചത്, മൂപ്പരെങ്ങാനും നമ്മളെ നാട്ടിലേക്ക് വന്നിരുന്നെങ്കിൽ 200 പോയിട്ട് എത്ര എഴുതേണ്ടി വരും? ഈ ജനാസയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബിദഅത്തുകൾ മൂപ്പരെങ്ങാനും നമ്മളെ നാട്ടിൽ ജീവിച്ചിരുന്നെങ്കിൽ എത്ര എഴുതേണ്ടി വരും? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഖുർആനെന്നും സുന്നത്തെന്നും വ്യതിചലിച്ചു പോയാൽ ഫകഅന്നമാ ഖറ മിനസ് സമാ, ആകാശത്തു നിന്ന് പൊട്ടി വീണവനെ പോലെ അവൻ അലയുമെന്നാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്താണ് ഈ ലാത്ത്, ഉസ്സ, മനാത്ത്? ഇത് മനസ്സിലാക്കിയാൽ തന്നെ ഇന്ന് കേരളത്തിലുള്ളൊരു അവസ്ഥ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാം. എന്താ ലാത്ത് എന്ന് പറഞ്ഞാൽ? ലാത്ത് എന്ന് പറയുന്നത് കാനത്ത് ബി ത്വായിഫ്, ത്വായിഫിലെ അവരാരാധിക്കുന്ന ഒരു ബിംബത്തിൻ്റെ പേരാ ലാത്ത്. എന്താ ഈ ബിംബം? സഖീഫ് എന്ന് പറയുന്ന ഗോത്രമാണ് പ്രധാനമായും ലാത്തയെ ആരാധിച്ചിരുന്നത്. എന്നാൽ പൊതുവിൽ മക്ക മുശ്രിക്കുകൾ എല്ലാവരും ലാത്തയെ ആരാധിക്കുമായിരുന്നു. പ്രഥമമായി ആ ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്നത് ആരാ? സഖീഫ് ഗോത്രം. ശരിക്കും നോട്ട് ചെയ്തോളി. ആ ലാത്ത് എന്ന് പറയുന്നത് സഖറത്തുൻ ബൈദാഅ മുറബ്ബഅ, ചതുര രൂപത്തിലുള്ള ഒരു വെള്ളക്കല്ലാണ്. കുറച്ച് വലുപ്പമുള്ള ചതുര രൂപത്തിലുള്ള ഒരു കല്ല്. ബുനിയ ഫൗഖഹ ബൈത്തുൻ, ആ കല്ലിൻ്റെ മുകളിൽ ഒരു വീടുണ്ടാക്കിയിട്ടുണ്ട്. ആ വീട്
പറയപ്പെടുന്നത്, ഏതൊരു ആരാധനയൊക്കെ നടത്തുമ്പോൾ അതിനൊരു സ്റ്റോറി ഉണ്ടാവുമല്ലോ, അത് പറയപ്പെടുന്ന എന്താ, ഇന്നഹ കാനത്ത് ലിറജുലിൻ സാലിഹിൻ യലുത്തു സവീഖ ലിൽ ഹുജ്ജാജ്. ഹാജിമാർക്ക് ഈ ഈത്തപ്പഴത്തിൻ്റെ കുരുവും അതേപോലെ തന്നെ ധാന്യങ്ങളൊക്കെ എടുത്തിട്ട് അത് ഇടിച്ച് പൊടിയാക്കി അതിൽ നിന്ന് മാവ് കുഴച്ച് ഹാജിമാർക്ക് ഭക്ഷണം തയ്യാറാക്കിയിരുന്ന ഒരു നല്ല മനുഷ്യൻ. അയാൾ കഴിഞ്ഞിരുന്ന വീടാണ് എന്നാണ് പറയപ്പെടുന്നത്. എവിടെത്തി നിങ്ങളുടെ നാട്ടിലെ ഏത് മക്കാമും ജാറും എടുത്തിട്ട് അതിൻ്റെ പാക്കിലുള്ള സ്റ്റോറി ഒന്ന് ആലോചിച്ചു നോക്കി. നാട്ടുകല്ല് എന്നറിയുന്ന ഒരു പ്രദേശമുണ്ട്. അവിടെ എന്തിനാ ആരാധിക്കുന്നത്? ഒരു മീസാൻ കല്ല് മാതിരിയുള്ള ഒരു കല്ല്, ഒരു വലിയൊരു കല്ല് അവിടെ ഉണ്ട്. പിന്നെ ഒരു കല്ല് പുറത്ത് പൊട്ടി വീണ് കിടക്കുന്നുണ്ട്. ഹൈവേ ഇത് വീതി കൂട്ടുന്ന സമയത്ത് ഭയങ്കര പ്രശ്നമുണ്ടായി ഈ കല്ലൊന്ന് മാറ്റാൻ. ഇപ്പോൾ ഒരു കല്ല് മാറ്റിയ ഭയങ്കര പ്രശ്നവും. അവസാനം കല്ലൊക്കെ മാറ്റിയിട്ട് അവിടെ ഹൈവേ ഒക്കെ വന്ന് കല്ലപ്പുറത്തേക്ക് മാറ്റിയിട്ട് ഈ നാട്ടുകല്ല് അറിയുന്ന പ്രദേശത്തെ ആൾക്കാരെ ആരാധിക്കുന്ന ഈ കല്ല്, അവർ പറയുന്നത് ഒരു വലിയ അവിടെ വന്ന് അങ്ങനെ ഈ കല്ലിങ്ങനെ, ഈ മീസാൻ കല്ലിങ്ങനെ വളരാൻ തുടങ്ങി. അപ്പം നിങ്ങൾ ചോദിക്കൂലേ ഇതെന്തപ്പോൾ വളരാത്തതെന്ന്? അപ്പം അതിന് വേറെ സ്റ്റോറി. അപ്പം ഈ വലിയ ഈ കല്ലിനൊരു അടിയടിച്ചിട്ട് പറഞ്ഞു ഇനി വളരരുത് എന്ന്. അന്ന് പളർന്നതാ രണ്ട് കല്ലായിട്ട്, ഒരു കല്ല് പുറത്തും ഒരു കല്ല് ഉള്ളിലും. എന്നിട്ട് ഇതിൻ്റെ ബാക്ക് അവിടെ പോയിട്ട് ആവശ്യങ്ങൾ പറയുന്ന മനുഷ്യൻ്റെ ബുദ്ധിയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ പറയാണ് ലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളക്കല്ല്. അവിടെ ഒരു വലിയ ഇരുന്നിരുന്നത്രേ. മാത്രമല്ല ആരാണ് ഈ ലാത്ത് എന്ന് പറയുന്ന കല്ലും വീട് എവിടെ പോയി? മുഗീറത്ത് ബിൻ ശുഅബ എന്ന് പറയുന്ന സഹാബി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പന പ്രകാരം തായിഫിലേക്ക് ഈ ലാത്ത് എന്ന് പറയുന്ന കല്ലുള്ള സ്ഥലത്ത് പോയി പൊളിച്ച് കളഞ്ഞിട്ട് അവിടെ തീയിട്ടത്. അങ്ങനെയാണ് ആ ലാത്ത് അവസാനിച്ചത്. ഏത് സഹാബി? മുഗീറത്ത് ബിൻ ശുഅബ എന്ന് പറയുന്ന സഹാബി ഹിജ്റ 9-ാം വർഷത്തിലാണ്, അഥവാ അവിടെയുള്ള ആൾക്കാർക്ക് അൽഹംദുലില്ലാഹ് ഇസ്ലാം സ്വീകരിച്ച് അതിലേക്ക് വരികയും ഇനി പിന്നീട് വീണ്ടും പഴയ ശിർക്കിലേക്ക് അവരെ പോകാതിരിക്കാൻ, അതിനവിടെ നിന്ന് പൂർണ്ണമായി തുടച്ചു നീക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ കൽപ്പിക്കുകയും ചെയ്തത് ഹിജ്റ 9-ാം വർഷത്തിലാണ്. ഇനി ഉസ്സ എന്ന് പറയുന്നത് തായിഫിനും മക്കക്കുമിടയിൽ ബവാദി നഹ്ല, ഈത്തപ്പന താഴ്വര എന്ന് മലയാളത്തിൽ വേണമെങ്കിൽ അർത്ഥം പറയാം, അല്ലെങ്കിൽ ബവാദി നഹ്ല എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്തുണ്ടായിരുന്ന ഒരു ആരാധനാ കേന്ദ്രമാണ് ഈ ഉസ്സ എന്ന് പറയുന്നത്. ഇതെന്താണെന്നറിയോ? കാനത്ത് ഷജറ, ഒരു മരമായിരുന്നു. അപ്പോൾ കല്ലുമായി മരമായി, ഇതൊക്കെ നമ്മളെ നാട്ടിൽ ഇപ്പോഴും ആരാധിക്കുന്നുണ്ട്. കാനത്ത് ഷജറ, അതൊരു മരമായിരുന്നു. ബുനിയ അലൈഹ ബിനാഉൻ, ആ മരത്തോട് ചേർത്തി ഒരു മക്കാമുണ്ടാക്കി. നിങ്ങൾ മക്കാമെന്ന് പറയുമ്പോൾ കണക്റ്റാവും. ഒരു ആരാധനാ കേന്ദ്രം ഉണ്ടാക്കി, അവിടെ ഞാൻ മക്കാമെന്ന് പറയണേ. എന്നിട്ട് വഅല്ലഖു അലൈഹ അസ്താർ വഉല്ലിഖത് അലൈഹ അസ്താർ, അവിടെ കുറേ തോരണങ്ങളും ചരടും കുറേ പുടവയും മറ്റൊക്കെ കെട്ടിത്തൂക്കിയിട്ട്. എന്താ നാട്ടിലെ അവസ്ഥ? ഈ മക്കാമിലും ജാറത്തിലും പോയ അവിടെയും തോരണാണ്, അവിടുന്ന് ഇറങ്ങി വരുന്നവൻ്റെ വണ്ടിയിലും തോരണാണ്, അവൻ്റെ കൈമലും തോരണാണ്, എല്ലായിടത്തും തോരണാണ്. ഇത് കെട്ടിത്തൂക്കുക. അങ്ങനെ കെട്ടിത്തൂക്കിയ അവസ്ഥയായിരുന്നു ഈ ഉസ്സ എന്ന് പറയുന്നത്. കാനത്ത് അഅ്ളമുൽ അസ്നാമി ഇൻദ ഖുറൈശ്, ഖുറൈശികൾ ആരാധിച്ചിരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ബിംബം അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ആരാധ്യൻ എന്ന് പറയുന്നത് ഈ ഉസ്സയായിരുന്നു. മാത്രമല്ല ഇസ്ലാമിൻ്റെ പടയാളിയായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫതഹിന് ശേഷം പ്രത്യേകമായി കൽപ്പനയോടുകൂടി പറഞ്ഞയക്കുകയും ഖാലിദ് ഇബ്നു വലീദ് എന്ന് പറയുന്ന സ്വഹാബിയാണ്. അദ്ദേഹം ഫഹദമൽ ബൈത്ത്, അവിടെ കെട്ടിയുണ്ടാക്കിയിരുന്ന മക്കാമ് പൊളിച്ചു.
വഖതഅ അശ്ശജറ, ആ മരം മുറിച്ചു. വഹറഖഹ, ആ മരം തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഉസ്സ പോയത്. ഉസ്സ പോയത്. ഇനി മൂന്നാമത്തതാണ് ദുൽഖിലസ എന്ന് പറയുന്ന ആരാധനാ കേന്ദ്രം. ഇസ്മുൻ ലിബൈത്തിൻ, അതും ഈ പറയുന്ന ഒരു കേന്ദ്ര, ഒരു ആരാധനയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ പ്രത്യേക കേന്ദ്രം. ആ കേന്ദ്രത്തിനുള്ളിൽ ഒരു ബിംബമുണ്ടായിരുന്നു. യഹ്വി സ്വനമൻ തഅബുദുഹു വതഹജ്ജു ഇലൈഹി ബഅദു ഖബായിലിൽ അറബ്. അറബികളിലെ ചില ഗോത്രങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി അവിടേക്ക് പ്രത്യേക തീർത്ഥയാത്രകൾ നടത്താറുണ്ടായിരുന്നു. സിയാറത്ത് ടൂറ്. എവിടേക്ക്? ദുൽഖിലസ എന്ന് പറയുന്ന മക്കാമിലേക്ക് സിയാറത്ത് ടൂറുകൾ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. നിങ്ങൾ ഇന്നത്തെ വേർഡ്സ് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്ത് വായിച്ചാൽ മതി, അപ്പോൾ പെട്ടെന്ന് ക്ലിക്കാവും. അപ്പം ഖസ്അം, ദൗസ്, ബജീല എന്ന് പറയുന്ന ഗോത്രങ്ങളാണ് പ്രധാനമായും അതിനെ പരിചരിച്ചിരുന്നത്. അവരാണ് അതിൻ്റെ മെയിൻ ആൾക്കാർ. ഖസ്അം, അതുപോലെ തന്നെ ദൗസ്, യമനിലെ ഗോത്രമായ ദൗസ്, അവരുടെ പ്രധാന ആരാധ്യനായിരുന്നു ദുൽഖിലസ. അതുപോലെ തന്നെ ബജീല, ആ ബജീല ഗോത്രക്കാരനായ ജരീർ ഇബ്നു അബ്ദില്ലാഹിൽ ബജലി, ആ സ്വഹാബിയെയാണ് ദുൽഖിലസയെ തുടച്ചു നീക്കാൻ അള്ളാന്റെ റസൂല് ഏൽപ്പിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് പഠിപ്പിച്ച്, ഖബർ കെട്ടിപ്പൊക്കരുതെന്ന് പഠിപ്പിച്ച്, ഖബറാരാധനയിൽ നിന്നും പടച്ചോനെ മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിച്ച് അതിനൊക്കെ മുക്തരായി വന്ന സമൂഹം തൻ്റെ ഗോത്രം ആരാധിച്ചിരുന്ന ദുൽഖിലസ ഏകദൈവ വിശ്വാസം സ്വീകരിച്ച ശേഷം പോയിട്ടത് അവിടെ നിന്ന് നീക്കം ചെയ്യുന്നത് ജരീർ ഇബ്നു അബ്ദില്ലാഹിൽ ബജലി, ബജീല ഗോത്രത്തിലെ ബജലി ആയിട്ടുള്ള ജരീർ ഇബ്നു അബ്ദില്ല, അദ്ദേഹമാണ് പോയിട്ട് അത് നീക്കം ചെയ്യുന്നത്. ഇതിലൊക്കെ വലിയ പാടല്ലേ? ആ നീക്കം ചെയ്തത് നിങ്ങൾക്കറിയുമോ? അതിൻ്റെ പേര് തുസമ്മ അൽ കഅബത്തുൽ യമാനിയ. യമനിലെ അഥവാ യമനിനോട് അടുത്ത് വരുന്ന സൗദി അറേബ്യയിലെ ഒരു പ്രദേശം, ആ പ്രദേശത്തായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അതിന് അൽ കഅബത്തുൽ യമാനിയ, യമനിലെ കഅബ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അത്ര പ്രാധാന്യത്തോടു കൂടി കണ്ടിരുന്ന ദുൽഖിലസയെ എന്ത് ചെയ്തു? തുടച്ചു നീക്കി. പക്ഷെ തുടച്ചു നീക്കിയപ്പോൾ അള്ളാന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞ കാര്യം? ലാ തഖൂമു സ്സാഅ, അന്ത്യദിനം സംഭവിക്കുകയില്ല. ഹത്താ തضطرب അൽയാതു നിസാഇ ദൗസിൻ ഹൗല ദിൽഖിലസ, ദിൽഖിലസക്ക് ചുറ്റും തവാഫ് ചെയ്യാൻ ദൗസ് ഗോത്രത്തിലെ സ്ത്രീകൾ തിരക്ക് കൂട്ടുന്ന കാലം വരുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല. അള്ളാന്റെ പള്ളിയിൽ സ്ത്രീകൾക്ക് കയറാൻ പാടില്ല. ലോകത്തോടും കണ്ടില്ല, പക്ഷെ നമ്മുടെ നാട്ടിൽ മാത്രമുള്ള ഒരു ഹുക്കുമാണ്. അള്ളാന്റെ പള്ളിയിൽ സ്ത്രീകൾ കയറാൻ പാടില്ല. എന്നാൽ കണ്ട മക്കാമിലും ജാറത്തിലും ആ ഉപ്പാപ്പൻ്റെ ഈ ഉപ്പാപ്പൻ്റെ എല്ലാ ജാറത്തിലും ആണും പെണ്ണും ഒരു സെപ്പറേഷനും ഇല്ല. എല്ലാ കഞ്ചാവും അവിടെ കിട്ടും. അത്ര മോശമായ ഇസ്ലാമിലെ സംസ്കാരം പോലും നഷ്ടപ്പെടുന്ന രൂപത്തിൽ ഈ ജാറങ്ങളും മഖാമുകളൊക്കെ അവിടെ ആ കേന്ദ്രങ്ങൾ അത്തരത്തിലുള്ള അധാർമികതയുടെ കേന്ദ്രങ്ങളായിട്ട് മാറുന്ന അവസ്ഥയിലേക്ക് എത്തി. അത് മൊത്തത്തിൽ പടച്ചോനല്ലാത്തവർ ആരാധിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന ഈ സ്ഥലങ്ങളുടെ ഒക്കെ ഒരു അവസ്ഥയുണ്ട്. കാരണം അവിടെ ഉള്ളത് പിന്നാരാ? ശൈത്താനാണല്ലോ. നിങ്ങളൊന്ന് ആലോചിക്കുക. അപ്പോൾ ഈ പറയുന്ന ദുൽഖിലസ വീണ്ടും ആരാധിക്കപ്പെടുന്ന അവസ്ഥ വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ശരിക്കും നമ്മൾ ചിന്തിക്കുക. ഒരായത്ത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വമൻ യുശ്രിക് ബില്ലാഹ്, അള്ളാഹു പറയാണ്, വമൻ യുശ്രിക് ബില്ലാഹ്, ആര് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നുവോ, ഫഖദ് ഇഫ്തറാ ഇസ്മൻ മുബീന,
സുവ്യക്തമായ അങ്ങേയറ്റം ഗൗരവപരമായ ഒരു കളവ്, ഒരു പാപം അവൻ പേറിയിരിക്കുന്നു എന്നാണ്. സഹോദരങ്ങളെ, ഒരു പേടിയും പേടിക്കണം തൗഹീദ് പറയാൻ. നിങ്ങൾ വിചാരിച്ചെന്താ ഈ തൗഹീദ് പറയുമ്പോൾ എല്ലാവരും പൂട്ട് സ്വീകരിക്കുന്നു? ഒരിക്കലുമില്ല. ഇപ്പോഴല്ലേ നാട്ടിലൊക്കെ മാറിയത്. മുമ്പൊക്കെ ഒരു തൗഹീദ് പ്രഭാഷണം സംഘടിപ്പിച്ചാൽ കല്ലേറങ്ങോട്ട് വരും. എൻ്റെ നാട്ടിൽ എനിക്ക് ഓർമ്മയുണ്ട്, പറയുമ്പോൾ അത്യാവശ്യം തൗഹീദൊക്കെ ഉള്ള ആൾക്കാരുള്ളൊരു സ്ഥലമാണ് പുളിക്കൽ. അവിടെ തൗഹീദി പ്രഭാഷണം നടക്കുന്ന വേളയിൽ അടി വന്നിട്ട് തടുക്കാൻ മുന്നിൽ നിന്നിട്ട് പ്രഭാഷകരെ സംരക്ഷിക്കാൻ ഒരു വയസ്സായ ആളുണ്ടായിരുന്നു. അദ്ദേഹം നിന്നിട്ടാണ് ഈ ആളുകളെ, പ്രഭാഷകന്മാരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പ്രായമുള്ള ആളാണ്. മുഖത്ത് നേരെ ഒരു പാറക്കല്ല് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് വീണ രൂപത്തിലുള്ള അവസ്ഥ നമ്മളുടെ നാട്ടിലുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് ഇന്ന് തൗഹീദൊക്കെ ഒരുപാട് ആളുകൾക്ക് കിട്ടി. നല്ല രൂപത്തിൽ അൽഹംദുലില്ലാഹ് ആളുകൾ തൗഹീദിലേക്ക് ധാരാളമായി കടന്നു വരുന്ന സാഹചര്യം ഉണ്ടായി. അള്ളാഹുവിന് നമ്മൾ എത്ര ശുക്ർ ചെയ്താലും മതിയാകുകയില്ല. അൽഹംദുലില്ലാഹ് ഇന്നിപ്പോൾ ആരും പേടിക്കണ്ട, എവിടെ പോയിട്ട് തൗഹീദ് പറയാം. ഇബ്രാഹിം നബി തീക്കുണ്ടാരത്തിൽ എറിയപ്പെട്ടുവെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് പള്ളികളിലെ ഖുത്ബ ഹിജറയെക്കുറിച്ചാണ്. ഹിജറ പോകുന്ന വേളയിൽ മക്കയെ നോക്കി അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, എനിക്കേറ്റവും ഭൂമിയിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടാണ്. ഫവല്ലാഹി ലൗ മാ അഖ്റജൂനി മിൻഹാ ലമാ ഖറജ്തു മിൻഹാ. എന്നെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ആ നാട്ടിൽ നിന്ന് പുറത്തു പോകുമായിരുന്നില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടാണ് പുറത്തു പോയത്. ഈ പീഡനങ്ങളൊക്കെ സഹിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? തൗഹീദിന് വേണ്ടിയിട്ടാണ്. ചില ആൾക്കാർക്കൊക്കെ പേടിയാണ്. കുടുംബത്തിൽ പറഞ്ഞാൽ ഒറ്റപ്പെടും, മഹല്ലിൽ പറഞ്ഞാൽ ഒറ്റപ്പെടും, എവിടെയും പറയാൻ പറ്റൂല. ഒക്കെ ശരിയാണ്, പക്ഷെ നമ്മളൊന്നും ഉണ്ടണ്ട, ഓരായി അവരെ പാടായി. അങ്ങനെയല്ല. തൗഹീദ് മനസ്സിലാക്കിയ വ്യക്തി അത് തൻ്റെ ചുറ്റുമുള്ള ആളുകൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കൽ അവൻ്റെ ബാധ്യതയാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് മുവഹിദീങ്ങളായി ശിർക്ക് എന്താണെന്നും അതെങ്ങനെ ഈ ഉമ്മത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളതും കൃത്യമായി നമ്മൾ മനസ്സിലാക്കി ഇനി വരാനിരിക്കുന്ന നമ്മളുടെ പ്രോഗ്രാമുകൾ, ക്യാമ്പയിനുകൾ, അതിലൊക്കെ കൃത്യമായി പങ്കെടുത്ത് വിഷയങ്ങൾ പഠിച്ച് അതിലേക്ക് നമ്മളുടെ കൂട്ടുകാരെയും മറ്റുള്ളവരെയൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് തൗഹീദിനെക്കുറിച്ച് കേൾക്കാനും പഠിക്കാനും ഉള്ള അവസരം അവർക്കൊക്കെ ഒരുക്കി കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച്, കലിമത്തു തൗഹീദിന് വേണ്ടി ജീവിച്ച്, അതിനെ മുറുകെ പിടിച്ച്, അതിനുവേണ്ടി പണിയെടുത്ത് ജീവിക്കാനും മരിക്കാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നൽകുമാറാകട്ടെ. അവജ്ഞ കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും ഷിർക്കുകളിലും ബിദ്അത്തുകളിലും അകപ്പെട്ടു പോയ ഒരുപാട് സഹോദരങ്ങൾ നമ്മളുടെ നാടുകളിലൊക്കെ ഉണ്ട്. അള്ളാഹു അവർക്ക് ഹിദായത്ത് നൽകുകയും അവർക്ക് തൗഹീദിൻ്റെ വെളിച്ചം എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീക്ക് പടച്ചറബ് നമുക്കേവർക്കും നൽകുകയും ചെയ്യുമാറാകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറൽ ജസാ വസല്ലല്ലാഹുമ്മ അലാ നബിയിനാ മുഹമ്മദ്.